ഷാരോണിന്റെ കേസ് ഏറ്റെടുക്കുന്ന സമയം മുതൽ ഷാരോണിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓരോരോ പോയിന്റുകളായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോയുടെ ഭാഗങ്ങൾ ഇതിലൊന്ന് ഉൾക്കൊള്ളിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി അറിയാൻ സാധിക്കും. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഈ പറയുന്ന തന്തയില്ലായ്മ കാണിച്ച ഗ്രീഷ്മയാണ് നമ്മുടെ കെമാൽ പാഷ എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്നിട്ട് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവളെ ഭയങ്കരമായിട്ട് പുണ്യാളത്തിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഇവനൊന്നും വേറെ ഒരു പണിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഇത്രയും ക്രൂരകൃത്യം ചെയ്ത ഒരു ചെകുത്താന്റെ സന്തതിയെ പറ്റി വന്നിരുന്ന് ഓരോന്നൊക്കെ പറയുമ്പോൾ ലേശ ഉളുപ്പ് വേണം കെമാൽ പാഷ എന്ന. ഒരു ഉളുപ്പില്ലാത്തൊരു മനുഷ്യനായി പോയല്ലേ ഇങ്ങനെ. നിങ്ങൾ പറയുന്ന കിടന്നത് ഗ്രീഷ്മ അങ്ങ് ദേവലോകത്തു നിന്ന് വന്ന് പ്രത്യക്ഷപ്പെട്ട ദേവിയാണെന്ന്. അങ്ങനെ ഒരു ദേവിയാണ് നിങ്ങളുടെ മോന് കെട്ടിച്ചോട്. അവൻ കെട്ടട്ടെ, കെട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. അത് പറ്റുമോ? ഇല്ല. മറ്റുള്ളവരുടെ കുടുംബത്തിൽ വരുമ്പോൾ അഭിപ്രായം പറയാൻ വലിയ നാവാണ്. ഒരു ലോജിക്ക് പൊട്ട കാര്യങ്ങളും കൊണ്ടൊക്കെ വന്നിട്ടേ നമുക്ക് വിനീത് കുമാർ സാറിന്റെ കുറച്ച് പ്രസ്താവനകളൊന്ന് കേട്ടു നോക്കാം. ഇത് ഈ പാരക്കിറ്റ് എന്ന് പറയുന്ന വിഷം ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്